ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ചുവന്ന പട്ട് സമർപ്പിച്ചാൽ വളരെ സാമ്പത്തികം വന്നു ചേരുമെന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് ക്ഷേത്രമാണ്, ചുവന്ന പട്ട് അവിടെ സമർപ്പിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്, എല്ലാം ഞാൻ പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണമുണ്ടാകുന്ന കാര്യമാണ്. ഇത് ഏതൊരാൾക്കും ചെയ്യാം. ഒരു സാധാരണ തൊഴിൽ ചെയ്യുന്ന ആൾക്കോ ഒരു ബിസിനസ്സുകാരനോ ആർക്കും ചെയ്യാം. ഇന്ന ആളെന്നില്ല, ആർക്കും ചെയ്യാം. സാമ്പത്തികം നല്ല രീതിയിൽ ദേവി നൽകും. മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ചുമന്ന പട്ട് ഞാനീ പറയുന്ന ദിവസം ഞാനീ പറയുന്ന ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ ഏറ്റവും പ്രധാന കാര്യം വലിയ സാമ്പത്തികം ദേവി നൽകുമെന്നുള്ളത് തന്നെയാണ്. അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമർപ്പിക്കേണ്ടത്, സമർപ്പിച്ചാലുള്ള ഫലങ്ങൾ എന്തെല്ലാമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. വലിയ സാമ്പത്തികമാണ് ഏറ്റവും പ്രധാന ഫലം കേട്ടോ, ഒരു സംശയം വേണ്ട അതിനകത്ത്. അപ്പോൾ അത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീഡിയോയ്ക്കകത്ത്. എല്ലാം നല്ല കാര്യങ്ങളാണ്, നിങ്ങളുടെ ജോലി ഗുണം തരുന്നത്. നാഗാ സന്യാസിമാരുടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കുണ്ടലിനി രഹസ്യം നമ്മളെല്ലായിടത്തും കേൾക്കുന്നുണ്ട്. കുണ്ടലിനി രഹസ്യം, അത് എൻ്റെ അറിവ് എന്താണ്, സത്യസന്ധമായിട്ടുള്ള നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ ശരിയായിട്ടുള്ള അറിവ് കിട്ടിയാൽ തെറ്റായ വഴികളിൽ പോകാതെ, തെറ്റായ വഴികളിൽ പോയി നിങ്ങളുടെ ജീവിതത്തിലെ സമയവും പണവും നഷ്ടപ്പെടാതിരിക്കാൻ ഉപകരിക്കും. എന്താണ് കുണ്ടലിനി? അതിനെക്കുറിച്ച് ഞാനൊരു ശിവയോഗിയാണ്. ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിലും സ്വീകരിച്ചതാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ എല്ലാവർക്കും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റായ വഴികളിൽ പോകാതെ നിങ്ങളെ രക്ഷപ്പെടുത്തും. ശരിയായിട്ടുള്ള അറിവ് കിട്ടുമ്പോൾ ആവശ്യമുള്ളവർ കാണുക. അതുകൊണ്ട് മുഴുവൻ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിൽ ഇടുക. എല്ലാവർക്കും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും, ഫ്രീ ആകുന്ന അനുസരിച്ച്. എന്നിട്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നത് പറയും. ഇതുള്ള നല്ല കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ. അത് ഞാൻ ചെയ്യുന്ന രീതി പറയും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ, സാധാരണക്കാരന് ചെയ്യാവുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക. പിന്നെ ഞാൻ റിപ്ലൈ ചെയ്യും, എങ്ങനെ ചെയ്യുന്നു അത് കേട്ടിട്ട് നിങ്ങൾക്ക് വേണം ചെയ്യാൻ അല്ലെ ചെയ്യാതിരിക്കുക കേട്ടോ. നേരിട്ട് വന്നാൽ നോക്കാൻ സാധിക്കത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ മിക്കവാറും വർക്കിലായിരിക്കും, അല്ലെങ്കിൽ തന്നെ എനിക്ക് പ്രാണായാമം പല കാര്യങ്ങളുണ്ട്, അതിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നേരിട്ട് ഫോൺ വിളിച്ചാൽ കിട്ടാത്തത്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാകും, അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും ഇത് പറയുന്നത്, സാഹചര്യം പറയുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. ചുവന്ന പട്ട് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച, ഒന്നുകിൽ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച, അല്ലെ മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ച. ഇതിലേതെങ്കിലും ഒരു വെള്ളിയാഴ്ച, മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ആണെങ്കിലും മതി, അല്ലെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച ആണെങ്കിലും മതി. ഏതെങ്കിലും ഒരു കണക്കിലേ ചെയ്യാവുള്ളൂ. ഒന്നുകിൽ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കുക, അല്ലെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. എന്നിട്ട് സാധിക്കുന്ന പോലെ മാസത്തിൽ വീണ്ടും വേണമെങ്കിൽ ആവർത്തിച്ചാൽ അതനുസരിച്ച് സമ്പത്ത് വളരെയധികം ദേവി തന്നുകൊണ്ടിരിക്കും. ഏതും ആവർത്തിക്കുമ്പോഴാണ് ബലം കൂടുന്നത്. അപ്പോൾ ഇത് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം, പായിപ്പാട്. നിങ്ങളത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം എൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ്. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പോകുന്ന ക്ഷേത്രമാണ്. എനിക്ക് അമ്മയുടെ ധാരാളം അനുഭവമുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും ചെയ്തവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം ഞാനിപ്പോൾ നാലുകോടിയിലാണ്, ചങ്ങനാശ്ശേരി നാലുകോടിയിലാണ്. എൻ്റെ ഓഫീസിൻ്റെ അടുത്ത ജംഗ്ഷനാണ്. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും മിക്കവാറും അമ്മയെ കാണാൻ പോകുന്നത് തന്നെയാണ്. അപ്പോൾ അമ്മയെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം വെള്ളിയാഴ്ച സമർപ്പിക്കാം, സാധാ വെള്ളിയാഴ്ച സമർപ്പിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച, അത് ആദ്യ വെള്ളിയാഴ്ച ആണെങ്കിൽ കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ കർത്തവാവ് കഴിഞ്ഞിരുന്ന വെള്ളിയാഴ്ച ആണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി അതല്ല, നിങ്ങൾക്കിപ്പം
ഒരു സാധാ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയാണ് പറ്റുന്നെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല, ഫലം കിട്ടും. അവിടെ വന്ന് അമ്മയ്ക്ക് നിങ്ങൾ ചുവന്ന പട്ട് കയ്യിൽ പിടിച്ച് ചുവന്ന പട്ടിൻ്റെ കൂടെ ഒരു 10 രൂപയുടെ എള്ളെണ്ണ, 10 രൂപയുടെ എള്ളെണ്ണ ഇപ്പം കിട്ടത്തില്ല, ഒരു 30 രൂപയൊക്കെ ആകുമായിരിക്കും. ഞാൻ ഈ പണ്ട് തൊട്ടേ 10 രൂപയുടെ എള്ളെണ്ണ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശീലമായിപ്പോൾ, അതുകൊണ്ടാണ് 30 രൂപയുടെ എള്ളെണ്ണ. കാരണം വാട്സപ്പിൽ പലരും മെസ്സേജ് ചെയ്തു, സാറേ 10 രൂപയുടെ എള്ളെണ്ണയല്ല ഇപ്പോൾ 30 രൂപയാകും. അപ്പോൾ 30 രൂപയുടെ എള്ളെണ്ണ അല്ലെങ്കിൽ 20-30 രൂപയുടെ എള്ളെണ്ണയുടെ ഒരു കുപ്പി, ചുമന്ന പട്ട്, ഇത് രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് 3 വലത്ത് വയ്ക്കണം. 3 ശ്രീകോവിലിൽ 3 വലത്ത് വെച്ച ശേഷം നിങ്ങളുടെ കാര്യം എന്താണോ, സാമ്പത്തികമാണ് 90% ആളുകൾക്ക് സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സാമ്പത്തികത്തിൻ്റെ, അതുമല്ല ഈ ഇത് വെക്കുന്നവർക്ക് സാമ്പത്തികം നല്ല രീതിയിൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അമ്മ എനിക്ക് സാമ്പത്തികം നൽകണം. സാമ്പത്തികം ഏറെക്കുറെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തന്നെയാണ്. അപ്പോൾ അമ്മ വലിയ സാമ്പത്തികം നൽകും. ഇത് നടക്കി വെച്ചു കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്, മറന്നേക്കണം. ഇത് വെച്ചുകൊണ്ട് എനിക്ക് സാമ്പത്തികം വരുമോ അല്ലെങ്കിൽ എങ്ങനെ വരാനാ, അങ്ങനെ ഒരു ചെയ്തു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ സംശയത്തോടുകൂടി ചെയ്യുന്ന കർമ്മം ഫലം കിട്ടത്തില്ല. അമ്മയെ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അവിടെ വരുന്നത്, അമ്മയെ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അമ്മയ്ക്ക് നടക്കി വെക്കുന്നത്. എന്നാൽ പിന്നെ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അമ്മ അത് അങ്ങനെ വിശ്വസിച്ചവരെല്ലാം അമ്മ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. വെക്കുമ്പം ചുവന്ന പട്ടും 30 രൂപയുടെ എള്ളെണ്ണയും കൂടെ കൂട്ടിപ്പിടിച്ച് വെക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് വെക്കുക, അമ്മ എനിക്ക് സാമ്പത്തികം നൽകണേ എന്ന്, രക്ഷപ്പെടുത്തണേ എന്ന് പറയുക. നല്ല ഉറച്ച് വിശ്വസിച്ച് പറഞ്ഞ് നടക്കി വെക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാസത്തിൽ ആവർത്തിക്കാം. ആവർത്തിച്ചവർക്ക് അതിൻ്റെ ഗുണങ്ങൾ അമ്മ കൊടുക്കും, കൂടുതൽ സാമ്പത്തികം കൊടുക്കും. ഇനി എനിക്കതല്ല, കുറച്ച് സാമ്പത്തികം മതി എന്നുള്ള ഒരു തവണ ചെയ്താൽ മതി, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ, കുറച്ച് ഗുണങ്ങളുണ്ട് ഇങ്ങനെ അമ്മയ്ക്ക് ചുവന്ന പട്ട് സമർപ്പിച്ചാൽ. ഏറ്റവും പ്രധാനം വലിയ സാമ്പത്തികം നൽകുമെന്നുള്ളതാണ്. പിന്നെ ദാരിദ്ര്യം മാറും, ഉറപ്പാണ്. നമ്മുടെ ദാരിദ്ര്യം എന്നേക്കമായി മാറും. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യം, അതിനു വേണ്ടിയും ചുവന്ന പട്ടും 30 രൂപയുടെ എള്ളെണ്ണയെ സമർപ്പിക്കാം. വിശ്വാസത്തോടെ, ഉറച്ച വിശ്വാസമായിരിക്കണം. അമ്മയെ അതുപോലെ വിശ്വസിച്ച് നടക്കി വെക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അപ്പം നമ്മൾ എത്ര ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം, അങ്ങനെ ഒരു കാര്യം പറഞ്ഞു ചെയ്താൽ ആ കാര്യം നടന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെയും ചെയ്യാം. പിന്നെ സാമ്പത്തികം വേണേൽ അത് പറഞ്ഞ് ചെയ്യാം. വലിയ സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് അനുഭവങ്ങളുണ്ട്. പിന്നെ ശത്രു വിജയങ്ങൾ, അത് സാമ്പത്തികം തന്നെ പറയുമ്പോൾ തന്നെ ശത്രു വിജയങ്ങൾ വന്നോളും. പിന്നെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും. മാത്രമല്ല നമ്മൾ ഒരു തട്ടിപ്പുകളും വെട്ടിപ്പുകളിലും ആപത്തുകളിലും പോയി ചാടത്തില്ല. നമ്മുടെ സഹായം, സംരക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ടാകും. ആ ചുവന്ന പട്ട് സമർപ്പിക്കുന്ന ആളുടെ വീട്ടിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. ഇത് നിറഞ്ഞ മനസ്സോടുകൂടി ചെയ്യണം. അത്ഭുതകരമായ കാര്യമാണ്, അത്ഭുതകരമായ അനുഗ്രഹം കിട്ടുന്ന കാര്യമാണ്, പെട്ടെന്ന് ജീവിതം മാറ്റുന്ന കാര്യമാണ്. ഇത് ആർക്കും ചെയ്യാം. നിങ്ങളൊരു സാധാരണ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ ബിസിനസ്സുകാരനായിക്കോട്ടെ, നിങ്ങളൊരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഏതൊരാൾക്കും ചെയ്യാം. പൂർണ്ണ വിശ്വാസത്തോടെ, നിറഞ്ഞ മനസ്സോടെ, പൂർണ്ണ ഭക്തിയോടെ അമ്മയ്ക്ക് സമർപ്പിച്ചാൽ ആ വ്യക്തിയെ അമ്മ രക്ഷപ്പെടുത്തിയിരിക്കും. ഇനിയും നിങ്ങൾക്കിപ്പം പുത്തൻകാവിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്, അത് നിങ്ങളെ വളരെ ദൂരെയാണ് എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ സമർപ്പിച്ചാലും ഒരു കുഴപ്പമില്ല, ഫലം കിട്ടും കേട്ടോ, ഒരു സംശയം വേണ്ട. അത് ഏത് ക്ഷേത്രങ്ങൾ, ഇപ്പോൾ ചെട്ടിക്കുളങ്ങര ആയിക്കോട്ടെ, ചോറ്റാനിക്കര ആയിക്കോട്ടെ, അല്ലെ നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളായിക്കോട്ടെ, അല്ലെ നിങ്ങളുടെ അടുത്തുള്ള ദേവീക്ഷേത്രം. മലബാറിലോട്ടൊക്കെ ചെന്നാൽ പലരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ഭദ്രകാളിയല്ല ദേവി, അവിടെ ആണെങ്കിൽ സമർപ്പിക്കുക, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത, നിങ്ങൾ വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം. പിന്നെ പുത്തൻകാവിലമ്മയുടെ കാര്യം ഞാൻ എടുത്തു പറയാൻ എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. അമ്മയ്ക്ക് ചെയ്തവർക്കൊക്കെ അമ്മ വലിയ സാമ്പത്തിക ഉയർച്ച നൽകിയിട്ടുണ്ട്. അത് എനിക്ക് അനുഭവമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ എല്ലാ വെള്ളിയാഴ്ച അമ്മയെ കാണാൻ പോകും. പുത്തൻകാവിലമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത് ആ ക്ഷേത്രത്തിൽ അനുഭവമുള്ള കാര്യമായതുകൊണ്ടാണ്. ആ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ വലിയ സാമ്പത്തികം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പറയുന്ന കാര്യം, തേണ്ട ഈ മാല കണ്ടു, ഈ മാല, ഈ മാലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് നാഗ സന്യാസിമാർ ഉപയോഗിക്കുന്ന രുദ്രാക്ഷമാലയാണ്. രുദ്രാക്ഷം തന്നെയാണ് കേട്ടോ, അപൂർവമായിട്ട് കിട്ടുന്ന രുദ്രാക്ഷം. നാഗ സന്യാസിമാർ ഉപയോഗിക്കുന്ന രുദ്രാക്ഷമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം
കുംഭമേളയ്ക്ക് പോയ ആള് എനിക്ക് 2 രുദ്രാക്ഷം കാണിച്ചിട്ട് പറഞ്ഞു ഒരെണ്ണം എടുത്തോളാം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ. ഞാൻ എടുത്തത് അഘോരികൾ. അത് ഏതാ അതിൻ്റെ പ്രാധാന്യമൊന്നും പുള്ളി എന്നോട് പറഞ്ഞില്ല, ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ പറഞ്ഞുള്ളൂ. ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എടുത്തത് അഘോരികൾ ശിവലിംഗത്തിൽ ചാർത്തി പൂജിച്ച രുദ്രാക്ഷമാലയാണ്. അത് അഘോരി അദ്ദേഹത്തിന് കൊടുത്തതാണ് കുംഭമേളയ്ക്ക് പോയ അദ്ദേഹം. അപ്പോൾ ആ രുദ്രാക്ഷമാണ് ഞാൻ അതറിയാതെ തന്നെ എടുത്തത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന രുദ്രാക്ഷമായിരുന്നു ഇത് നാഗാ സന്യാസിമാർ ഉപയോഗിക്കുന്നത്. ഇതും പുള്ളി തന്നിട്ട് പോയി. ഇതും പുള്ളി എനിക്ക് തന്നിട്ട് പോയി. ഇത് ഞാൻ വീട്ടിൽ ശിവൻ്റെ ഫോട്ടോയിലാണ് ഇടുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഇടും. അപ്പോൾ ഇതൊരു പ്രത്യേക കണക്കാണ് കേട്ടോ. ഇത് 55 ഇതിൻ്റെ കണക്ക്. 55 എന്ന് പറഞ്ഞൊരു പ്രത്യേക കണക്കാണ്. നമ്മൾ 108ൻ്റെ കണക്കല്ലേ കേട്ടിട്ടുള്ളൂ. അഘോരികളെ നാഗാ സന്യാസിമാർ ഇവർക്ക് 55, 110 എന്ന് പറഞ്ഞൊരു കണക്കുണ്ട്. അപ്പോൾ ഈ നാഗാ സന്യാസിമാരെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നാഗാ സന്യാസിമാരെന്ന് പറഞ്ഞാൽ അവർ വസ്ത്രം ധരിക്കാറില്ല. അവർക്ക് ഹിമാലയത്തിലെ കുംഭമേളയ്ക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇവരെങ്ങോട്ടാണ് പോകുന്നത് ആർക്കും അറിയത്തില്ല. അങ്ങനെ പ്രത്യേക ചില സിദ്ധികളും പ്രത്യേക ചില അനുഗ്രഹങ്ങളും ഒക്കെയുള്ള ഒരു സന്യാസി വിഭാഗമാണ് നാഗാ സന്യാസിമാർ. അപ്പോൾ ഈ നാഗാ സന്യാസിമാർ വസ്ത്രം ധരിക്കാറില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ സാധാരണക്കാർ ചിന്തിക്കുമ്പോൾ തോന്നും, അയ്യോ വസ്ത്രം ധരിക്കാതെ നടക്കുന്നു, അത് അതിനെക്കുറിച്ച് നമ്മൾക്കൊന്ന് അതെന്താ അങ്ങനെ അല്ലേ, സാധാരണ നമുക്ക് തോന്നും. പക്ഷെ അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഒരു അറിവാണ് പറയുന്നത്. നമ്മൾ ജീവിക്കുന്നു അല്ലേ, നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും ബെറ്ററായിട്ട് ജീവിക്കുന്നവർ, നമ്മളാണ് ഏറ്റവും ഇൻ്റലിജൻസ്, നമ്മളാണ് ഏറ്റവും മിടുക്കന്മാർ എന്നൊക്കെയാണ് സ്വാഭാവികമായിട്ടും ഏതൊരാളുടെ മനസ്സിലും ഉണ്ടാകുന്ന ഒരു ചിന്താഗതി. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബം നമുക്ക് വലിയ കാര്യമാണ്, നമ്മുടെ തൊഴിൽ നമുക്ക് വലിയ കാര്യമാണ്, നമ്മുടെ വീട് നമുക്ക് വലിയ കാര്യമാണ്, നമ്മുടെ ബന്ധുക്കൾ നമുക്ക് വലിയ കാര്യമാണ്, നമ്മളുടെ ഭക്ഷണം നമുക്ക് വലിയ കാര്യമാണ്, നമ്മളുടെ വസ്ത്രം നമുക്ക് വലിയ കാര്യമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി വസ്ത്രം എടുക്കും, വലിയ വസ്ത്രശാലയിലൊക്കെ പോയി ഏറ്റവും നല്ല വസ്ത്രം, എല്ലാവരും ശ്രദ്ധിക്കുന്ന വസ്ത്രം. ഇങ്ങനെ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ കാര്യങ്ങൾ അല്ലേ. പക്ഷേ ഈ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭഗവാൻ, ആ ശിവഭഗവാൻ, ഭദ്രകാളിയമ്മ, ആ ശിവനിലും ദേവിയിലുമുള്ള അതിൽ മാത്രമായി ഇവരുടെ മനസ്സ്, വേറൊന്നും അതുകൊണ്ട് തന്നെ ഇവർക്കൊരു കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് വസ്ത്രമാണെങ്കിൽ പോലും അതും അവർക്ക് കാര്യമല്ല. കാരണം അവരുടെ മനസ്സ് മുഴുവൻ പ്രത്യേക തലത്തിലാണ്, ആ ശിവനെ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേറൊന്നും ജീവിതത്തിൽ ഒരു കാര്യവുമല്ല. അപ്പോൾ അതൊരു പ്രത്യേക ബോധമാണ്. അതായത് ഒന്നിൽ മനസ്സ് ലയിച്ചു കഴിയുമ്പോൾ മറ്റൊന്നിലേക്കും ആ മനസ്സ് പോകത്തില്ല. നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരിക്കുക, കാണുന്ന കാര്യങ്ങളുടെ പുറകെ, കേൾക്കുന്ന കാര്യങ്ങളുടെ പുറകെ. അതുകൊണ്ട് നമുക്ക് മനസ്സിന് സമാധാനമില്ല, നമ്മൾ എപ്പോഴും അസ്വസ്ഥരായിട്ടാണ് നടക്കുന്നത്. പക്ഷേ സന്യാസി വര്യന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് ആ ശിവതത്വത്തിൽ, ശിവബോധത്തിൽ, അത് ചില പ്രത്യേക യോഗാ പദ്ധതികളിലൂടെയൊക്കെ അവരവരുടെ ഗുരുക്കന്മാർ നൽകിയ ചില യോഗാ പദ്ധതികളിലൂടെയൊക്കെയാണ്. അപ്പം അങ്ങനെ മനസ്സൊരു പ്രത്യേക തലത്തിലെത്തിയവർക്ക് ശരീരബോധമില്ല. ശരീരബോധം എന്നല്ല, അവർക്ക് വേറൊരു സംഭവമില്ല. അത് ഒരു മനസ്സ് ശിവനെ ലയിച്ചിരിക്കുകയാണ്, ആ പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ വസ്ത്രം ധരിക്കാത്തത്. അവരുടെ മനസ്സൊരു ഉയർന്ന തലത്തിലാണ്. നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തേക്കാൾ വലിയ ഉയർന്ന തലത്തിലാണ് മനസ്സ്. അതുകൊണ്ട് ആണ് നാഗാ സന്യാസിമാർ, അല്ലെ നമ്മൾ വിചാരിക്കും അയ്യോ മഹർഷിമാർ വസ്ത്രം ധരിക്കാതെ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാര്യം വെച്ചാൽ അവർ ഉയർന്ന ഈശ്വരബോധമുള്ള മഹാ ഋഷീശ്വരന്മാരാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത് നമ്മളുടെ പോരായ്മയാണ് അല്ലേ. ഇപ്പോൾ അതൊക്കെ വലിയ വലിയ തലങ്ങളാണ് മനസ്സിൻ്റെ. അപ്പോൾ അത് നാഗാ സന്യാസിമാരെ കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പം ബുദ്ധൻ, ഇൻ കേസ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. ബുദ്ധനെക്കുറിച്ച് ഇന്നുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുമോ? ബുദ്ധൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്ന ബുദ്ധൻ, അതായത് അധികാരം എന്താഗ്രഹിച്ചാലും അത് കൺമുന്നിൽ വരും. രാജകുമാരനാണ്, എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു രാത്രിയിൽ ആരും അറിയാതെ ബുദ്ധൻ ആ രാജകൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോയിട്ട്
ബുദ്ധൻ നേടിയത് എന്താണ്? ബുദ്ധൻ നേടിയത് ബുദ്ധനെ തന്നെയാണ്. അപ്പം ഇന്നുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റൂ, എല്ലാ അധികാരങ്ങളും എല്ലാ സുഖങ്ങളും ഇട്ടെറിഞ്ഞ് പോകുന്ന ഒരു കാര്യം ചിന്തിക്കാൻ പറ്റും. അപ്പം ബുദ്ധൻ ശരിയാണെങ്കിൽ നമ്മൾ ശരിയാണോ ഇല്ലയോ എന്ന് സ്വയം ചിന്തിക്കുക. എല്ലാവരും ബുദ്ധൻ്റെ ആശയങ്ങളോട് എല്ലാവരും വളരെ താല്പര്യമാണ്. ബുദ്ധൻ ചെയ്ത യോഗകളും ഒക്കെ ഇന്ന് വളരെ പ്രചാരമുണ്ട്. പക്ഷെ ആ ബുദ്ധൻ ചെയ്ത കാര്യം, ബുദ്ധൻ എന്തെല്ലാം കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് ബുദ്ധൻ ആ പരമബോധം നേടിയെടുത്തത്? പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് ചിന്തിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെയാണ് നാഗാ സന്യാസിമാർ. അവർ ആ ശരീരബോധമില്ലാതെ, അവർക്ക് ആ ശരീരത്തിലെ വസ്ത്രങ്ങളൊന്നും അവർക്ക് ശരീരബോധമില്ല. ഏറ്റവും ഉയർന്ന തലത്തിൽ ശിവബോധത്തിൽ എത്തിച്ചേർന്നവരാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതിനപ്പുറമാണ്. അപ്പം ഞാനവരെ, ആ ഋഷീശ്വരന്മാരെ മനസ്സുകൊണ്ട് പ്രണമിക്കുന്നു. എല്ലാം ശിവമയം തന്നെയാണ്. അത് അഘോരികളാണേലും നാഗാ സന്യാസിമാരാണേലും എല്ലാം ശിവമയം തന്നെയാണ്. അത് എൻ്റെ ഒരു അറിവുകൾ അല്ലെ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് പങ്കുവെച്ചതേ ഉള്ളൂ. ഇനിയും ഇപ്പം എല്ലായിടത്തും കാണുന്ന ഒരു കാര്യം, അല്ലേ എവിടെ തിരിഞ്ഞാലും അല്ലെ പല വീഡിയോകളിലും കാണാം കുണ്ടലിനി ശക്തി, കുണ്ടലിനി ശക്തി, കുണ്ടലിനി ശക്തി. അപ്പം പലരും ഇതിൻ്റെ പുറകെയാണ്. എൻ്റെ അറിവ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം. ശരിക്കും നിങ്ങളിപ്പോൾ കുണ്ടലിനി പഠിക്കാൻ വേണ്ടി നിങ്ങളോടടുത്ത് പരസ്യം കാണുന്നു, ഇന്നോടത്ത് കുണ്ടലിനി പഠിപ്പിക്കുന്നുണ്ട്, ഗുരു നേരിട്ട് ദീക്ഷ നൽകുന്നു. ഇപ്പം നമ്മൾ പരസ്യം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, കൊള്ളാലോ, ഗുരു നേരിട്ട് ദീക്ഷ നൽകുക. അപ്പം ഗുരുവിന് വലിയ പേരൊക്കെ ആയിരിക്കും, നമ്മൾ കടിച്ചാൽ പൊട്ടാത്ത വലിയ പേരും വലിയ വലിയ സംഭവമൊക്കെ ആയിട്ടായിരിക്കും. നമ്മളിതെല്ലാം വായിച്ചു കഴിയുമ്പോൾ പറഞ്ഞാൽ കൊള്ളാലോ, ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാനാണ് പറയുന്നത്. എന്നാൽ ശരി, ഞാൻ നമ്മുടെ ചുറ്റും കാണുന്ന ചില കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ഇത് ലോകം ഉള്ളപ്പം തൊട്ടുള്ള കാര്യങ്ങളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യുന്നു, അല്ലേ? നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഗുരുവിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നു. ഗുരു അങ്ങനെയായിരുന്നു, അവിടെയായിരുന്നു, ഇവിടെ ആയിരുന്നു, അങ്ങനെ ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ഗുരുവിനെക്കുറിച്ച് ഒരു ചിത്രം നൽകും. എന്നിട്ട് ഇദ്ദേഹത്തിന് അറിയാവുന്ന വിദ്യകൾ പറയും. ഇനി വിദ്യകൾ കുണ്ടലിനി ഇദ്ദേഹം തരുവാന്ന് വിചാരിക്കുക. തരുമ്പോൾ ഗുരു എന്ത് ചെയ്യും? നമ്മളുടെ പലരും പല രീതിയാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുള്ളൂ. ചിലപ്പോൾ ഇവിടെ ഒരു ഈ വിരൽ വെച്ച് ഇങ്ങനെ വെക്കും, ചിലപ്പോൾ ഇവിടെ ഒരു വിരൽ വെച്ച് ഇങ്ങനെ വെക്കും. പിന്നെ പലരും പല രീതിയാണ്. അപ്പം നമ്മളുടെ ശരീരത്തിൽ നമ്മളല്ലാതെ വേറൊരാൾ ഒരു ടച്ചിങ് നടത്തുമ്പോൾ നമുക്കൊരു അനുഭൂതി ഉണ്ടാകും. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ടച്ചിങ് നടത്തുമ്പോൾ നമ്മുടെ ബ്രെയിൻ അറിയാം, അതുകൊണ്ട് അനുഭൂതി ഉണ്ടാകത്തില്ല. വേറൊരാൾ ടച്ചിങ് നടത്തുമ്പോൾ ആ ബ്രെയിൻ അതൊരു അനുഭവമായിരിക്കും, അതുകൊണ്ട് നമുക്കൊരു അനുഭൂതി ഉണ്ടാകും. അപ്പം ഈ അനുഭൂതിയും ഈ ആത്മീയതയെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു അനുഭവം, ഒരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടാകും. അപ്പം നമ്മൾ ഉടനെ നമ്മുടെ വിചാരം കുണ്ടലിനി കിട്ടി എന്നുള്ളതാണ്. പിറ്റേ ദിവസവും വരും, അല്ലെ പിറ്റേ ആഴ്ചയിലും ക്ലാസ് ഉണ്ട്, ദിവസവും കുണ്ടലിനിയുടെ പ്രാക്ടീസ് കൊടുക്കുക. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. കുണ്ടലിനി എന്ന് പറഞ്ഞ അനുഭവം, അല്ലെ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുള്ളൂ, ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം കേട്ടോ. കുണ്ടലിനി എന്ന് പറഞ്ഞ ഒരു അനുഭവം, അല്ലെ കുണ്ടലിനി എന്ന് പറഞ്ഞ ശക്തി എന്ന് പറഞ്ഞാൽ അതിന് പ്രാണനെ ആദ്യം എന്താണെന്ന് അറിയണം. പ്രാണൻ എന്താണെന്ന് അറിയണം. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായുവുണ്ട്, ആ വായുവിൽ അടങ്ങിയിരിക്കുന്ന ചൈതന്യമാണ് പ്രാണൻ. അതായത് വായു മുഴുവൻ പ്രാണനല്ല, അതിലൊരു കുറച്ച് ഭാഗം ചൈതന്യമേ ഉള്ളൂ. അപ്പം അതിന് അങ്കുലം കണക്കൊക്കെ പറയാറുണ്ട്. അത് ഈ ഗുരുക്കന്മാർ പറയുന്നതിന് കണക്കാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവണമെന്നില്ല, ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. ഞാൻ നിങ്ങൾക്കൊരു സാമാന്യ അറിവാണ് നൽകുന്നത്. അപ്പോൾ പ്രാണൻ അതായത് നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ കുറച്ച് ഭാഗം, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ മുഴുവൻ പ്രാണനല്ല, വായു മുഴുവൻ പ്രാണനല്ല. ആ പ്രാണനകത്ത്, ആ ശ്വസിക്കുന്ന വായുവിനകത്ത് കുറച്ച് ഒരു ഭാഗം പ്രാണനുണ്ട്, അത് ചൈതന്യമാണ്. ആ പ്രാണനെ ശ്വാസഗതിയിലൂടെ ആയാമം വലിച്ചു നീട്ടി, പ്രാണായാമത്തിലൂടെ വലിച്ചു നീട്ടി ആ പ്രാണനെ പ്രകാശിപ്പിക്കും. പ്രാണപ്രകാശം എന്ന് പറയും. അപ്പം പ്രാണനെ പ്രകാശിക്കുമ്പോൾ നമ്മൾ ആ പ്രപഞ്ചത്തിലുള്ള ശ്വാസത്തിലൂടെ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ശ്വാസത്തിൻ്റെ ഒരു ഭാഗമായ ആ ചൈതന്യം, അതാണ് പ്രാണൻ. ആ പ്രാണനെ പ്രകാശിപ്പിക്കുമ്പോൾ നമ്മളുടെ ബോധം ഒരു പ്രത്യേക തലത്തിലാകും.
ആ പ്രത്യേക തലത്തിൽ ബോധമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ജന്മങ്ങളിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ ജന്മത്തിലായിക്കോട്ടെ എപ്പോഴെങ്കിലും ദൈവാനുഗ്രഹം ഉണ്ടായിട്ട് നിങ്ങൾക്ക് കുണ്ടലിനി ബോധം ഉണ്ടാകുമ്പോൾ ഞാൻ പറയുന്ന സത്യമാണ് നിങ്ങൾക്ക് ബോധ്യമാകും. അതുവരെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ബോധമാണ് കുണ്ടലിനി. പ്രാണനെ ആയാമം ചെയ്യുമ്പോൾ അതൊക്കെ ഗുരുക്കന്മാരിൽ നിന്ന് നല്ല സത്യമുള്ള ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടേണ്ട ഒരു ഗുരു കുണ്ടലിനി ശക്തി ഒരു ശിക്ഷനെ കൊടുക്കണമെങ്കിൽ ആ ഗുരു അത് അനുഭവിച്ചവനായിരിക്കണം ശരിയായ കുണ്ടലിനി. അല്ലാതെ കൊടുക്കുന്നത് അനുഭൂതികളാണ്. പലതരത്തിൽ അനുഭൂതികൾ കൊടുക്കാം. പ്രത്യേക രീതിയിലുള്ള യോഗാഭ്യാസങ്ങളെ ശരീരം പ്രത്യേക രീതിയിൽ തിരികെയും മറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ അനുഭൂതികളുണ്ടാവും. അത് കുണ്ടലിനി ആകുന്നില്ല. കുണ്ടലിനി ശരീരത്തിൻ്റെ നമ്മുടെ നട്ടലിൻ്റെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ദേവിയാകുന്ന ശക്തി ഉണർന്ന് ഭ്രൂമധ്യത്തിൽ വന്ന് ശിവനുമായി യോജിക്കുമ്പോൾ ലയിക്കുമ്പോഴാണ് കുണ്ടലിനി അനുഭവം ഉണ്ടാകുന്നത്. അത് പ്രാണപ്രകാശമാണ്. പ്രാണനെ നമ്മൾ ആയാമം ചെയ്ത് വലിച്ചു നീട്ടി പ്രാണനെ പ്രകാശിപ്പിക്കുമ്പോഴാണ് കുണ്ടലിനി ബോധമുണ്ടാകുന്ന കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയുന്നത്. എൻ്റെ അറിവാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ബോധം ഉണ്ടായവരുടെ പ്രത്യേകത എന്നാണെന്നറിയോ? അവർക്ക് പിന്നെ ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടാകത്തില്ല. പറഞ്ഞ മനസ്സിലായി? അവർക്ക് പ്രത്യേക ഒരു ബോധമാണ്. പിന്നെ അവർക്ക് അത് വേണം ഇത് വേണം അല്ലെങ്കിൽ പിന്നെ അവർ ഒന്നിൻ്റെ പുറകെ പോകത്തില്ല. ശ്രദ്ധിച്ച് കേട്ടോണം. ഈ ബോധമുണ്ടായവർ പിന്നെ ഒന്നിൻ്റെയും പുറകെ പോകത്തില്ല. ഉള്ളിൽ ലയിച്ചിരിക്കും. അവന് യാതൊന്നിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ പിന്നെ ഒരു അന്വേഷണമില്ല. ഇന്നിപ്പം കുണ്ടലിനി പഠിക്കാൻ പോകുന്ന ആ പാർട്ടികളെല്ലാം എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും വീണ്ടും ഈ അനുഭവത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. കാരണം അവർ അനുഭവിക്കുന്നത് ആ യഥാർത്ഥ കുണ്ടലിനി ശക്തി അല്ല. കുണ്ടലിനി ശക്തി ഒരു തവണ അനുഭവിച്ചാൽ അല്ലെ അതിൽ ലയിച്ചാൽ പിന്നെയും അന്വേഷിച്ച് നടക്കത്തില്ല. പിന്നെയും അതിൻ്റെ പുറകെ നടക്കത്തില്ല. അപ്പോൾ പിന്നെ അവർ അനുഭവിക്കുന്നത് എന്താ? ചില അനുഭൂതികളാണ്. ശരീരം തിരികെയും മറിയുകയും ഒക്കെ ചെയ്യുമ്പോഴും സ്പർശം കൊണ്ടും ഒക്കെ കിട്ടുന്ന ചില അനുഭൂതികളാണ്. അത് കുണ്ടലിനി ശക്തിയല്ല. കുണ്ടലിനി ശക്തി ഈശ്വരനാണ്. അത് പരമമായ ബോധമാണ്. അത് പ്രാണപ്രകാശമാണ്. ഭ്രൂമധ്യത്തിൽ നമ്മൾ ഈ കപ്പിയിട്ട് വെള്ളം കോരുമ്പോഴേ നമ്മൾ എന്താ ചെയ്യുന്നത്? കിണറിൻ്റെ മുകളിൽ ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ ബലം കൊടുത്തപ്പോഴാണ് കപ്പിയെ കൂടെ വെള്ളം കയറി വരുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ മൂലാധാരത്തിൽ കിടക്കുന്ന കുണ്ടലിനി ഉണരണമെങ്കിൽ ഭ്രൂമധ്യത്തിൽ ധ്യാനിച്ചാൽ മതി. അത് മനസ്സിലാകും. അപ്പം അത് താനെ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പോയി. ഇതൊക്കെ ഗുരുവിൻ്റെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ ആരെയും പഠിപ്പിക്കുന്നുമില്ല. എനിക്ക് ഗുരുവിൽ നിന്ന് കിട്ടിയത് ഞാനതിൽ ലയിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതൊരു അനുഭവമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ആരെയും പഠിപ്പിക്കുന്നുമില്ല. പറഞ്ഞ് മനസ്സിലായില്ല. ഞാൻ എൻ്റെ അറിവ് നിങ്ങൾ തെറ്റായ വഴികളിൽ പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ അറിവ് പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടമുണ്ട് സ്വീകരിക്കാതെ തെളികൾ. കാരണം നിങ്ങൾ ഈ തെറ്റായ അനുഭൂതികളുടെ പുറകെ പോയാൽ നിങ്ങളുടെ വർഷം, നിങ്ങളുടെ കാലം, നിങ്ങളുടെ ജീവിതം എല്ലാം വെറുതെ പോകും. നിങ്ങളുടെ പരിശ്രമം, നിങ്ങളുടെ പണം, നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ വർഷങ്ങളും മാസങ്ങളും വേസ്റ്റായിട്ട് പോകും. ശരിയായിട്ടുള്ള ഈശ്വരനെ അറിയാനുള്ള അവസരവും ഇല്ലാതായി പോകും. തെറ്റായ വഴിയിൽ പോയാൽ, തെറ്റായ കാര്യങ്ങളെ പിന്തുടർന്നാൽ പിന്നെ എവിടെയാ സമയം ശരിയായിട്ട് ഈശ്വരനെ അറിയാൻ? ജീവിതം വേസ്റ്റാവും. അതുണ്ടാകാതിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം ധ്യാനത്തിൽ ഇരുന്നപ്പോൾ ഇത്രയും കാര്യം പറയണം എന്ന് ആ ശിവഭഗവാൻ എൻ്റെ മനസ്സിൽ തന്ന ബോധം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഒരുപാട് ആളുകൾ തെറ്റായ വഴികളിൽ പോകുന്നുണ്ട്. അനുഭൂതികളുടെ പുറകെ പോകുന്നവരെല്ലാം വീണ്ടും അടുത്ത ദിവസവും അവിടെ പോയി ആ ഗുരുക്കന്മാരുടെ കീഴിലിരുന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ശരിയായ കുണ്ടലിനി ശക്തി ബോധം ഉണ്ടായവൻ പിന്നെ എങ്ങും അന്വേഷിച്ച് നടക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അത് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ശരിയായ കുണ്ടലിനി ബോധം ഉണ്ടായാൽ ഞാൻ പറയുന്ന സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഈശ്വരൻ നിശ്ചയിക്കുന്ന പോലെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് ഈ പറയുന്ന കാര്യം മനസ്സിലായെങ്കിൽ തെറ്റായ വഴികളുടെ പുറകെ പോകരുത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പം പ്രാണപ്രകാശം അത് തന്നെയാണ്. അതായത് ചൈതന്യം, ആ ചൈതന്യത്തെ ചൈതന്യപ്രകാശം ഉണ്ടാകുമ്പോഴാണ് ആ ബോധം നമുക്കുണ്ടാകുന്നത്. അപ്പോൾ അത് ശിവബോധമാണ്. ഇത് ദൈവഗത്യ ഈശ്വര
ഈശ്വരൻ്റെ ഇച്ഛ അനുസരിച്ച് നിങ്ങൾക്ക് വന്നു ചേരേണ്ടതാണ് ഈ കുണ്ടലിനി ബോധം. നിങ്ങൾക്ക് ഈശ്വരൻ അത് ചുമ്മാ കിട്ടത്തില്ല. നിങ്ങൾ പോയി പൈസ കൊടുത്ത് ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് മേടിക്കുന്ന ഒന്നും അതല്ല. ഒരു ഗുരുവിനും അങ്ങനെ ഇൻസ്റ്റാൾമെൻ്റായിട്ട് തരാൻ പറ്റുന്ന കാര്യമല്ല ഇത്. നിങ്ങളുടെ കർമ്മം, ഇതിൻ്റെ അകത്ത് യമനിയമങ്ങളുണ്ട്. സത്യം, അഹിംസ, ആസ്തേയം, ഇതൊക്കെ ഞാൻ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞതേ ഉള്ളൂ. യമനിയമങ്ങൾ എല്ലാം പാലിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു സത്യമുണ്ടാകുമ്പോൾ, നിങ്ങൾ മറ്റുള്ളവൻ്റെ ഒന്നും ആഗ്രഹിക്കാതെ മറ്റുള്ളവരൊന്നും ചതിക്കാതിരിക്കുമ്പോൾ, നിങ്ങൾ സത്യം, അഹിംസ ഇതൊക്കെ പാലിക്കുമ്പോൾ, ഇങ്ങനെ യമനിയമങ്ങൾ പാലിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് പ്രപഞ്ചബോധത്തെ, പരമമായ ബോധത്തെ, ബ്രഹ്മബോധത്തെ അനുഭവിക്കാൻ യോഗ്യത നേടുന്ന അപ്പോഴാണ്. അങ്ങനെ യോഗ്യത നേടുമ്പോൾ ശിഷ്യൻ പാകമാകുമ്പോൾ യഥാർത്ഥ ഗുരു ഓട്ടോമാറ്റിക്കായിട്ട് മുന്നിൽ വരും. അതാണ് യഥാർത്ഥ ഗുരു. ആ ഗുരുവിന് നിങ്ങൾക്ക് കുണ്ടലിനി ശക്തി പകർന്നു തരാൻ പറ്റും. അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് പോയി കാശ് കൊടുത്ത് വാങ്ങുന്നതോ നിങ്ങളുടെ കഴിവ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ നിങ്ങൾ വാങ്ങുന്നെന്ന് കരുതുന്ന വിദ്യകളൊന്നും കുണ്ടലിനി ശക്തി അല്ല. കാരണം നിങ്ങൾ അതിലൊന്നും സംതൃപ്തരല്ല. ശരിയായ കുണ്ടലിനി ബോധം ഉണ്ടായാൽ അവന് സംതൃപ്തി ഉണ്ടാകും. അവൻ പിന്നീട് ഒന്നിനെ അന്വേഷിക്കത്തില്ല. ഇപ്പം കുണ്ടലിനിയുടെ അനുഭവം ഇല്ലാത്ത ഒരു ആള് ഒരു ഗുരുവാണെന്നും പറഞ്ഞ് വേറെ കുറേ പേർക്ക് ഇത് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ചില അനുഭൂതികൾ കൊടുക്കാൻ പറ്റും. അയാളുടെ കുറ്റമല്ല, അയാൾക്കും കിട്ടിയത് ചില അനുഭൂതികളായിരിക്കും. അയാൾക്ക് ഗുരു എന്ന് പറഞ്ഞ ആൾ കൊടുത്തത് ഇങ്ങനെ അനുഭൂതികളായിരിക്കും. ചിലപ്പോൾ അയാൾ സത്യമാണെന്ന് വിചാരിച്ചായിരിക്കും തരുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് അനുഭവിക്കുമ്പോൾ മാത്രമേ ആ ഈശ്വരബോധത്തെ അനുഭവിക്കത്തുള്ളൂ. ബാക്കി ഒന്നും, എത്ര സത്യമല്ലാത്ത കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ച് തെറ്റായ കാര്യങ്ങൾ ചെയ്താലും സത്യമാകത്തില്ല. സത്യം ഒന്നേ ഉള്ളൂ. അത് ഈശ്വരനാണ്. അത് ശുദ്ധബോധമാണ്. അത് ബ്രഹ്മബോധമാണ്. അത് ശിവബോധമാണ്. ഇത് ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി. 10 പേരെങ്കിലും രക്ഷപ്പെടുന്ന പേട്ടെന്ന് വിചാരിച്ചു. കാരണം ഈ കാണുന്നതിലെല്ലാം പുറകെ പോയി ആ ശക്തി, ഈ ശക്തി, കുണ്ടലിനി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഞാൻ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ച ആളാണ്. പക്ഷെ ഞാൻ ആർക്കും പകർന്നു കൊടുക്കുന്നില്ല. കാരണം ഞാൻ ചെയ്തതിൽ ഞാൻ സംതൃപ്തനാണ്. ഞാനതിൽ ലയിച്ചിരിക്കുന്നു. എനിക്ക് മറ്റൊന്നിനോടും ആഗ്രഹമില്ല. അതുകൊണ്ട് വേറെ ആരുടെയും പുറകെ ഒരു വിദ്യയ്ക്ക് പിന്നെ പോയിട്ടുമില്ല. ഞാനതിൽ ലയിച്ച് എനിക്ക് സംതൃപ്തിയുണ്ട്. എനിക്ക് അതിൽ ലയിച്ചിരിക്കുന്ന കിട്ടുന്ന ആ ഒരു ഈശ്വരബോധം കൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള രഹസ്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. അല്ലാത്തവർക്ക് ആ ഉള്ളിൽ ഈശ്വരബോധം ഇല്ലാത്തവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അറിവുകളും എൻ്റെ അനുഭവങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. അത് നിങ്ങളുടെ ഭാഗം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്. എൻ്റെ അഭിപ്രായവും എൻ്റെ അനുഭവവും ആണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം. ശിവ 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 சிவசிவ என்கிறர் தீவினையாளர் சிவசிவா என்றடா தீவினை மாலும் சிவசிவா என்றடா தேவரும் ஆவர் சிவசிவா என்ன சிவகதி தானே. ஓம் சிவாய நம என்ன வசிமா மவயன ஷியன மவா வசிமயன. ஓம் சிவம் சர்வம் சிவோகம் தேகம் சம்பும் சிவோகம் தேவம் விபும் சிவோகம் குரும் பரம் சிவோகம். ശിവശിവ ശിവശിവ ശിവശിവ. ഗുരുചരണം ശരണം. ശിവശിവ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവോഹം ശിവശിവ.